ഓക്കെ സർ, ഫൈൻ. അടുത്തത് ഒരുപാട് ദിവസം കൊണ്ട് ആൾക്കാർക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കമന്റിൽ. ഡിക്സൺ ടെക്നോളജിയെ പറ്റി പറയൂ സർ. ഞാൻ അതിനെക്കുറിച്ച് സാർ അടുത്ത് പറയാം. അവർ വന്നിട്ട് ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറിംഗിൽ ഇരിക്കുന്നു സർ. എനിക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. സാർ അതിനെ തന്നെ അവർ പറയുമാന്ന് ചോദിക്കുന്നു സർ. ഓണർ വന്നിട്ട് സിന്ധി ഫാമിലി. വെസ്കൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കൊണ്ടുവന്നു ആദ്യം ഇന്ത്യയിൽ. ആ ബ്രാൻഡ് ഫെയിലിയർ. അവരുടെ സൺ തന്നെ ഈ ഡിക്സണിനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അവർ വന്നിട്ട് ഈ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫോണും ചെയ്യുന്നു, ലൈറ്റ്സും ചെയ്യുന്നു സർ. എല്ലാത്തിനും ഇത് കോൺട്രാക്ട് മാനുഫാക്ചററാണ്. ഇതിൽ സ്ക്യൂസ് ചെയ്ത് എടുക്കും, നിങ്ങൾക്ക് മാർജിനേ ഇരിക്കത്തില്ല. കാറിന്റെ പ്രൈസ് നിങ്ങൾ നോക്കിയെങ്കിൽ IPO വന്നിട്ട് ഞാൻ പ്രൈസേ നോക്കിയില്ല. തന്നെ സർ. ജനങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നു? സാംസങ് പോയ വർഷം 26 ബില്യൺ ഫോൺ വിറ്റു. ഇപ്പോൾ ഒരു 20 മില്യൺ ഫോൺ വിറ്റിരിക്കുന്നു. എന്ന് നോക്കുമ്പോൾ PL പോകും. കേസ് ഔട്ട് ആയെങ്കിൽ മാനുഫാക്ചറിങ് പ്രോഫിറ്റബിൾ ഇല്ല. ഡിക്സനെ വിശ്വസിക്കുന്നതേ വന്നിട്ട് PL-ഇല്ല, പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് ഇല്ല. നാളെ പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് ഇല്ല എങ്കിൽ ഡിക്സൺ എന്താകുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കൈയും ബൗണ്ടി அப்பையும் குறிக்கலாம் ஐசரிடா அவை தத்திர ஆஜி போய்க்கா அந்தேக்கோ அவட்டி போயிட்டு அந்த அப்பீக்கோ இகோட்வா அமிதாம அல்தேட்டி குறிக்கறாதா அந்தோக்கோ அவட்டி போய்ட்டா அந்தேக்கி அவச்சி குறித்தாம அவ போயிட்டு അൻഷാ മാർവീട്. മുമ്പൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ ഊതിയ ആൾക്കാരാണ്. ഇതിനെ ഹൈ ആയിട്ട് വയ്ക്കാൻ അറിയാം. അത് തന്നെ സർ, അങ്ങനെ തന്നെ സർ. അത് തന്നെ ഇത്രയും പേര് ചോദിച്ചിരിക്കുന്നു. പ്രൈസിന് ആർട്ടിഫിഷ്യലായിട്ട് ഹൈയാ വെച്ചിരിക്കും. എന്തെന്ന് വെച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെയാണ്. പെട്ടെന്ന് നോക്കിയാൽ ഈ ഒരു വർഷത്തിൽ 44% കയറിയിരിക്കുന്നു. ഇത് തന്നെ ഡിക്സൺ ടെക്നോളജിയെ പറ്റി പറഞ്ഞതല്ലേ സർ? എല്ലിക്ക് പേറി വെക്കുന്നത് പോലെയാണ് ഇതൊക്കെ. ഇക്കോം അങ്ങനെയല്ലേ സർ നടന്നത്? അതെ, ട്രൈകോം അങ്ങനെ തന്നെ നടന്നു. ഇവർ വന്നിട്ട് ബൈകോം ആണെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായി സർ. ഐസിനെ മാനുപ്പുലേറ്റ് ചെയ്ത് വച്ചതുപോലെ ഞാൻ ഒന്ന് മാനുപ്പുലേറ്റ് എന്ന വാർത്ത ഞാൻ അതിനെ യൂസ് ചെയ്ത് സോറി സർ. ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യാം, പരം ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തിരിക്കാം. ബിസിനസ്സിൽ മോട്ടില്ല, കാരണം ഇതിന് ഞാൻ ഒരു ബിസിനസ് ആയിട്ട് നോക്കിയില്ല. സാർ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ പറഞ്ഞു, ആക്റ്റീവ് ഫണ്ട് വേണ്ട, ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞു. NPS എന്നൊരു കാര്യം പറയുന്നല്ലേ സർ? 10,000 ഇട്ട ടാക്സിന് വേണ്ടിയിട്ട് ചെയ്യാന്ന് പറയുന്നല്ലേ സർ? ഇത് വേറെ, ടാക്സ് വേറെ. ടാക്സിന് മിച്ചം പടുത്തായി വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഇഫ് യു ആർ എ സാലറീഡ് എംപ്ലോയി 50,000 ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈം റിട്ടയർഡ് ആകുന്ന സമയം നിങ്ങൾക്ക് മാസം 20,000 രൂപ കിട്ടും. ആ 20,000 ഇന്നൊരു 2,000 രൂപ പോലെ ചുമ്മാ നിങ്ങൾ ടീ കോഫീന് വേണ്ടി വരും അതിലിരുന്ന്. പക്ഷേ അത് റിട്ടയർമെന്റിനുള്ള ഫുൾ പ്ലാൻ അല്ല. ഞാൻ ടാക്സ് എഴുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അല്ലേ സർ? അതെ സർ. ഇതിലിരുന്ന് നിങ്ങൾക്ക് അന്നുള്ള 1,000-2,000 രൂപ ഇത് വന്നിട്ട് 20,000-30,000 രൂപ ആയിട്ട് കൂടെ ഇരിക്കാം. ഇന്നുള്ള 20,000-30,000 അല്ല, അന്നുള്ള 20,000-30,000 നിങ്ങൾക്ക് കിട്ടാം 20 വർഷത്തിന്റെ ശേഷം അല്ലേ സർ? സ്വർണം വന്നിട്ട് 40,000 ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് 1/2 ഗ്രാം സ്വർണം കിട്ടും സർ. ഒരേ ഒരു പോട് ഇട്ട് സർ, ഇങ്ങനെ നിങ്ങൾ എന്റെ കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞല്ലേ സർ? ഇല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. 20 വർഷത്തിൽ ഗോൾഡ് 40,000 രൂപ ആയിരിക്കും. അന്ന് നിങ്ങൾക്ക് 10,000 രൂപ കിട്ടി, എന്ത് യൂസ്? 1 ഗ്രാം റേറ്റ് പറഞ്ഞോണ്ടിരിക്കുന്നു അല്ലേ സർ? 40,000 ഇരിക്കുന്ന സമയം ഈ 10,000 രൂപയ്ക്ക് എന്ത് യൂസ്? ഇല്ല. ഓക്കെ സർ. IDFCന്റെ പ്രോഫിറ്റ് 32% ഡിക്ലൈൻ ആയിരിക്കുന്നു സർ. ഇന്റെ ക്വാർട്ടറിൽ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ ഇരിക്കുന്ന പ്രോബ്ലം ഒക്കെ സോൾവ് ആകും എന്ന് പറഞ്ഞു. ഒരു സൈഡ് നോക്കിയാൽ നെഗറ്റീവ് ന്യൂസ്, ഇനി ഒരു സൈഡ് നോക്കിയാൽ പോസിറ്റീവ് ന്യൂസ്. ഒരു സന്തോഷവും ഇല്ല. മൈക്രോ ഫിനാൻസ് തെറ്റ് ചെയ്തു, എല്ലാവരും തെറ്റ് ചെയ്തു. അതിനെക്കാട്ടിൽ മോശമായിട്ട് റിസൾട്ട് ഇല്ലാതെ 32% ഇയർ ഓൺ ഇയർ കുറഞ്ഞു. ഇത് വന്നിട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റ് ആണ്. ഇനി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു സർ. ചോദ്യത്തിനെ നോക്കിയ സമയം എനിക്ക് മൈൻഡിൽ ഒരു സ്പാർക്ക്. ഓൾഡ് 400 ഗ്രാം എന്ന് പറയുന്നല്ലേ സർ? ഇത് പെർ പേഴ്സണാ അല്ലെങ്കിൽ ഒരു പെർ ഫാമിലിയാ സർ? ഹസ്ബൻഡ്, വൈഫ് ആൻഡ് 2 ചിൽഡ്രൻ. ചിൽഡ്രന് 25 വയസ്സായെങ്കിൽ അവിടെ തന്നെ എനിക്കും സംശയം വന്നത് സർ. അവർ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ അവർക്കൊരു ഹസ്ബൻഡോ ഒരു വൈഫോ വരുന്ന സമയത്തിൽ ഇവർ ടാർഗറ്റിനെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരേ ഒരു മോളോ മോനോ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന സമയത്ത് ഈ ടാർഗറ്റിനെ അവരും നോക്കണം. വന്നിട്ട് ജോയിന്റ് ഫാമിലി വലുതായിട്ട് ഇല്ല. ജോയിന്റ് ഫാമിലിയിൽ ഇപ്പൊ അണ്ണൻ, അനിയൻ എല്ലാവരും ഒരേ ഫാമിലി ഇരിക്കുന്നു എന്ന് വെച്ചാൽ അപ്പൊ അവർ എത്രയും ഗോൾഡ് വെച്ചിരിക്കണം? ഒരു ഫാമിലിക്ക് 300 സർ. എങ്ങനെയാണ് സർ ഈ ജോയിന്റ് ഫാമിലി ഈ കാര്യത്തിൽ വർക്കാവും?
ജോയിൻറ്റ് ഫാമിലിയിൽ എങ്ങനെ വർക്കൗട്ട് ആകും എന്ന് വെച്ചാൽ 4 അണ്ണൻ തമ്പി ഉണ്ടെങ്കിൽ എല്ലാവരും ഒരേ വീട്ടിലിരിക്കും. അത് ഞാൻ എൻ്റെ അനിയൻ സിസ്റ്റർ ഒരേ വീട്ടിലിരിക്കുന്നു. അവരവരുടെ ഗോൾഡ് അവരവർ വെച്ചിരിക്കുമാ? മൊത്തമാ എല്ലാവർക്കും ചേർത്ത് ഇത്രയെന്ന് വെച്ചിരിക്കുമാ? ഇത് എങ്ങനെയാണ് വർക്കാവും സർ? എന്തുകൊണ്ട് ചോദിക്കുന്നു വെച്ചാൽ സാർ, ഇതിനെ ബേസ് ചെയ്ത് തന്നെ ജോയിന്റ് ഫാമിലിയിൽ ഇരിക്കുന്ന ആൾക്കാർ എത്ര ഗോൾഡ് വച്ചിരിക്കണം എന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സർ. ഒவ்வொரு ഫാമിലിക്കും 400 ഇരിക്കണം, ബട്ട് ഇറ്റ് ക്യാൻ ബി ജോയിന്റ്ലി മാനേജ്ഡ്. ഓക്കെ സർ, അതിന് തന്നെ ചോദിച്ചത്. ഒരു ഫാമിലിക്ക് 400 ഗ്രാം ജോയിന്റ് ആയിട്ട് മാനേജ് ചെയ്യും അല്ലേ സർ? എനിക്കിപ്പോൾ ആവശ്യമെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങും, പിന്നെ ഞാൻ അവർക്ക് കൊടുക്കും, അതുപോലെ ഇരിക്കും അല്ലേ സർ? ബട്ട് 400 ഗ്രാംസ് എന്ന് പറയുന്നത് ഒவ்வொரு ഫാമിലിക്ക് ആ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് അവരെ 2 മക്കൾക്കുള്ളത് അല്ലേ സർ? മിനിമം 1200 1300 ഗ്രാം ഇരിക്കണം. ഇഫ് എ ജോയിന്റ് ഫാമിലി ഒவ்வொரு ഫാമിലിക്കും. ഓക്കെ സർ, അണ്ടർസ്റ്റാൻഡ്. എന്തെന്ന് വെച്ചാൽ സാർ, ഈ ചോദ്യം കണ്ടപ്പോൾ എനിക്കും ഈ ഡൗട്ട് വന്നായിരുന്നു, അതെന്നെ ചോദിച്ചത് സാർ. ഇതിന്റെ ഫാക്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെ സിസ്റ്റർ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ കൂടെ അവർ തരും നിങ്ങൾക്ക്. ഓക്കെ സർ, ഫൈൻ. ഞങ്ങളൊക്കെ ഇതൊക്കെ കണ്ടാണ് പഴകിയത് സാർ, എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഞാൻ സ്വർണം വച്ചതില്ല. ബട്ട് ഞാൻ എൻ്റെ സിസ്റ്റർ അടുത്ത് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ട് നോ എന്ന് പറയത്തില്ല, വെറും നോ എന്ന് പറയത്തില്ല. ഒരേ ഒരു ഷെയറിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് സാർ, ഒരുപാട് ദിവസം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇയോൺ ചേഞ്ച് ലിമിറ്റഡ്, വാട്ടർ സൊല്യൂഷൻ കമ്പനി, ഇതിനെ കുറിച്ച് ചോദിക്കുന്നത് സാർ. ഇതൊക്കെ സ്മാൾ കമ്പനി, ഇത്രയും ദൂരം റിയൽ സെയിൽസ്, എത്രയും ദൂരം സെയിൽസ് ഇല്ല, പ്രൊമോട്ടേഴ്സ് ഒழுങ്ങാ ഇരിക്കുന്ന ഇല്ല, GST ഒழுങ്ങാ കെട്ടുന്ന, ED പ്രോബ്ലം വരുമോ, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ സർ, ഫൈൻ. ഇത് തന്നെ ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുക്കുന്ന സമയം നിങ്ങൾ എന്നെ അടി വാങ്ങാൻ വയ്ക്കാൻ വേണ്ടിയേ ഒരുപാട് ചോദ്യം പ്രശ്നം എന്ത് ചോദിച്ചതുപോലെ ഉണ്ട്. ചോദിക്കട്ടെ സർ. അതെ, പണ്ടേ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാങ്ങുന്നത് സേഫാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് സിരഞ്ചേരിയാണ്, എപ്പോൾ കിട്ടിയാലും വാങ്ങും. അയൻസ് പവർ അവോയ്ഡ് വാങ്ങി 70 രൂപ പ്രോഫിറ്റിൽ ഇരിക്കുന്നു. കൊടുക്കണോ വേണ്ടി ഓടിപ്പോണത് നല്ലത്. നിങ്ങൾക്ക് അടിച്ചത് സുക്രദശ ഓടിപ്പോയോ. എൻ്റെ അടുത്ത് 400 ടൈറ്റൻ ഷെയർസ് ഇരിക്കുന്നു. അപ്രോക്സിമേറ്റ് പ്രൈസ് 450 വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വിക്കറ്റാ? ഇതിന്റെ പേരെ പിള്ളേർക്ക് വേണ്ടി വെച്ചിട്ട് പോവാം. ഓക്കെ, താങ്ക് യു സർ. ഒരുപാട് ചോദ്യങ്ങൾ എടുത്തു വെച്ചിരുന്നു. ഇതും ഒരുമാതിരി റിപ്പീറ്റേറ്റീവ് ആയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ സാർ ചണ്ടോടിക്കുന്നു പറഞ്ഞിട്ട് രണ്ടാനെ എടുത്ത് മാറ്റി. നെക്സ്റ്റ് ടൈം അതിനെ ഞാൻ എടുത്തിട്ട് വരാം. ഇത്രയും തന്നെ ചോദ്യം സാർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.